അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹിജ്റ 2-ാം വർഷം മദീനയിൽ ബദർ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ തകൃതിയായി നടക്കുന്നു. ഇസ്ലാമിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പ്രഥമ യുദ്ധത്തിനു തന്റെ നേതൃത്വത്തിൽ പുറപ്പെടുന്ന സൈന്യത്തെ അന്തിമമായി പരിശോധിക്കുകയാണ് നബി തിരുമേനി. ഇതിനിടയ്ക്ക് 13 വയസ്സുള്ള ഒരു ബാലൻ തന്നോളം വലിപ്പമുള്ള ഒരു വാൾ കയ്യിലേന്തി തിക്കിത്തിരക്കി നബി തിരുമേനിയെ സമീപിച്ചിട്ട് അഭ്യർത്ഥിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്നെ ഞാൻ അങ്ങക്ക് ദാനമാക്കിയിരിക്കുന്നു. അങ്ങയുടെ കൂടെ വരാൻ എന്നെ അനുവദിച്ചാലും അങ്ങയുടെ കൊടിക്കീഴിൽ ഞാൻ അള്ളാഹുവിന്റെ ശത്രുക്കളോട് പോരാടും. നബി സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും കൂടി ആ ബാലനെ നോക്കി. എന്നിട്ട് സ്നേഹാർദ്രമായി ചുമലിൽ തട്ടി സമാധാനിപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ പ്രായമായിട്ടില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. ആദ്യ യുദ്ധത്തിൽ തിരുമേനിയെ അനുഗമിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന മനോവേദനയോടെ ബാലൻ സ്ഥലം വിട്ടു. പിന്നാലെ മാതാവ് നവാർ ബിന്തു മാലിക്കും. മകന്റേതിൽ ഒട്ടും കുറവായിരുന്നില്ല അവരുടെ ദുഃഖവും. തിരുമേനിയുടെ നേതൃത്വത്തിൽ തന്റെ മകൻ പുറപ്പെടുന്ന കാഴ്ച കണ്ട് ആനന്ദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഈ അൻസ്വാരി ബാലൻ പ്രായം തടസ്സമല്ലാത്തതും ലക്ഷ്യസാഫല്യത്തിന് ഉതകുന്നതുമായ മറ്റൊരു മേഖലയിലേക്ക് തന്റെ കഴിവ് തിരിച്ചുവിട്ടു. വിജ്ഞാനത്തിന്റെ മേഖലയായിരുന്നു അത്. മാതാവ് ഇതിനോട് യോജിക്കുകയും മകന്റെ ആഗ്രഹ സാഫല്യത്തിന് പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു. കുടുംബക്കാരോടൊപ്പം മാതാവ് മകനെ നബിയുടെ അടുക്കിലേക്ക് അയച്ചു. അവർ ബാലനെ തിരുസന്നിധിയിൽ കൊണ്ടുപോയി. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇത് ഞങ്ങളുടെ കുട്ടിയാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് 15 അധ്യായം ഇവൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അങ്ങക്ക് അവതരിച്ച അതേ തണ്ടിൽ തെറ്റ് കൂടാതെ അത് ഓതാൻ ഇവന് കഴിവുണ്ട്. കൂടാതെ എഴുത്തും വായനയും നല്ല വശമുണ്ട്. അങ്ങയുടെ സാമീപ്യവും സഹവാസവും നേടണമെന്നാണ് ഇവന്റെ ആഗ്രഹം. അങ്ങക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് ഓദിച്ചു നോക്കിയാലും. സെയ്ദ് ഇബ്നു സാബിത്ത് മനഃപ്പാഠമാക്കിയ ഏതാനും ഭാഗങ്ങൾ ഓതി കേൾപ്പിച്ചു. അക്ഷരസ്ഫുടതയും ശബ്ദമാധുര്യവും ഒത്തിണങ്ങിയ ആ ഓത്ത് കേട്ടപ്പോൾ അർത്ഥം ശരിക്ക് ഗ്രഹിച്ചുകൊണ്ടാണ് ഓതുന്നതെന്ന് മനസ്സിലാക്കി. പറഞ്ഞു കേട്ടതിനേക്കാൾ മികച്ച പ്രദർശനം കാഴ്ചവെച്ച കഥാപുരുഷനോട് നബിക്ക് സന്തോഷം തോന്നി. സാക്ഷരർ വിരളമായ അക്കാലത്ത് ആ ബാലൻ നന്നായി എഴുതുമെന്ന് കേട്ടപ്പോൾ നബിയുടെ മതിപ്പും സന്തോഷവും വർദ്ധിച്ചു. അദ്ദേഹത്തോടായി നബി തിരുമേനി കൽപ്പിച്ചു, സെയ്ദ്, നീ എനിക്ക് വേണ്ടി ജൂതന്മാരുടെ എഴുത്ത് പഠിക്കണം. അവരെ എനിക്ക് വിശ്വാസമില്ല. ഇതിനെ സംബന്ധിച്ച് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സ്ഥിരോത്സാഹത്തോടെ ഹിബ്രു പഠിക്കുകയും ചുരുങ്ങിയ കാലം കൊണ്ട് അതിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു. നബിക്ക് വേണ്ടി ജൂതന്മാർക്ക് കത്തെഴുതിയിരുന്നതും അവരുടെ കത്തുകൾ വായിച്ചു കൊടുത്തിരുന്നതും അദ്ദേഹമാണ്. പിന്നീട് നബി തിരുമേനിയുടെ കൽപ്പന പ്രകാരം സുറിയാനി ഭാഷ പഠിച്ച് സെയ്ദ് നബിയുടെ ട്രാൻസ്ലേറ്ററായി. സെയ്ദ് ഇബ്നു സാബിത്തിന്റെ ബഹുമുഖങ്ങളായ കഴിവുകളും വിശ്വസ്തതയും അനുഭവബോധ്യമായപ്പോൾ നബി അദ്ദേഹത്തെ ഖുർആൻ രേഖപ്പെടുത്താൻ ചുമതല ഏൽപ്പിച്ചു. ദിവ്യവചനങ്ങൾ അവതരിക്കുമ്പോൾ നബി തിരുമേനി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എഴുതാൻ പറയും. ഖുർആൻ അവതരിച്ച ഉടൻ തന്നെ നബി തിരുമേനിയുടെ നാവിൽ നിന്ന് നേരിട്ട് കേൾക്കാനും അതിന്റെ ബാഹ്യവും ആന്തരികവുമായ ആശയങ്ങൾ ഉൾക്കൊള്ളാനും തന്മൂലം അദ്ദേഹത്തിന് അവസരം കിട്ടി. ഖുർആനിൽ പ്രത്യേകം വൈദഗ്ധ്യം നേടിയ അദ്ദേഹമായിരുന്നു നബി തിരുമേനിയുടെ വേർപാടിനു ശേഷം ആ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന് മുഖ്യാവലംബം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഖുർആൻ സമാഹരിച്ചതും ഉസ്മാൻ റളിയല്ലാഹു അൻഹുയുടെ കാലത്ത് മുസ്ഹഫുകൾക്ക് ഏകീകൃത രൂപം നൽകിയതും സെയ്ദ് ഇബ്നു സാബിത്തിന്റെ നേതൃത്വത്തിലാണ്. ലോകാന്ത്യം വരെയുള്ള മുസ്ലിങ്ങൾ കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുന്ന ഈ മഹൽ സംരംഭം ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹത്തിന് സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുത്തു. നബിയുടെ മരണത്തിന് ശേഷം പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ ചേർന്ന യോഗത്തിൽ അദ്ദേഹം കൈക്കൊണ്ട വിവേകപൂർണമായ നിലപാടാണ് സമുദായത്തെ ഏകോപിച്ചു നിർത്തിയത്. സർവസമ്മതമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം ഈ യോഗത്തിൽ മുഹാജിറുകളും അൻസാറികളും ഭിന്നാഭിപ്രായക്കാരായിരുന്നു. നബിയുടെ പിൻഗാമിയാവാൻ അർഹത തങ്ങൾക്കാണെന്ന് ഇരുപക്ഷവും വാദിച്ചു. കൂട്ടുനേതൃത്വമാണ് നല്ലതെന്ന് മറ്റൊരു നിർദ്ദേശവും ഉയർന്നു വന്നു. തിരുമേനി ഒരു പക്ഷത്തുള്ള ഏതെങ്കിലും വ്യക്തിയെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ മറുപക്ഷത്തുള്ള ഒരാളെ കൂടി അതിൽ പങ്കാളിയാക്കിയിരുന്നുവെന്നാണ് ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത്. തിരുമേനിയുടെ ഭൗതിക ശരീരം കബറടക്കുന്നതിന് മുമ്പ് നടന്ന ഈ ആലോചനാ യോഗം അലസി പിരിയുമെന്ന ഘട്ടത്തിലെത്തി. അപ്പോഴാണ് ഭിന്നിപ്പിനെ മുളയിൽ തന്നെ നുള്ളിക്കളയുന്ന സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വിവേകത്തിന്റെ ശബ്ദം മുഴങ്ങിയത്. സ്വന്തം അനുയായികളെ നോക്കി അദ്ദേഹം പറഞ്ഞു, അൻസ്വാരികളെ, അള്ളാഹുവിന്റെ ദൂതൻ മുഹാജിറുകളിൽ പെട്ടവനാണ്. അതുകൊണ്ട് തിരുമേനിയുടെ പിൻഗാമിയും മുഹാജിറായിരിക്കണം. നാം തിരുമേനിയെ സഹായിച്ചവരാണ്. അതിനാൽ തിരുമേനിയുടെ പിൻഗാമിയെ നാം സഹായിക്കുകയും സത്യത്തിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും വേണം. അനന്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ കൈനീട്ടി അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇദ്ദേഹമാണ് നിങ്ങളുടെ ഖലീഫ. നിങ്ങൾ ഇദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യൂ. ഇസ്ലാമിക വിജയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ദമസ്കസിന്റെ പടിഞ്ഞാറുള്ള ഒരു ഗ്രാമമായ ജാബിയയിൽ ചേർന്ന സഹാബികളുടെ യോഗത്തിൽ ചെയ്ത ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രഖ്യാപിച്ചു, ജനങ്ങളെ, ഖുർആനിനെ കുറിച്ച് ചോദിക്കാനുള്ളവർ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവെ സമീപിക്കട്ടെ. സ്വഹാബികളിലും താബിഈകളിലും പെട്ട വിദ്യാർത്ഥികളും വിജ്ഞാന തൽപരരും സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ചു.
അദ്ദേഹം ഒട്ടകപ്പുറത്ത് കയറാൻ ഭാവിക്കുമ്പോൾ അറിവിന്റെ ആഴക്കടലായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ പിടിച്ചു കൊടുക്കുകയും മൂക്കുകയർ പിടിച്ച് മുമ്പിൽ നടക്കുകയും ചെയ്യും. തിരുമേനിയുടെ പിതൃവപുത്രൻ ഇത് ചെയ്യരുത് എന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉലമാക്കളോട് ഇങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾക്കുള്ള കൽപ്പനയെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയിച്ചു. ഈ സമയം സെയ്ദ് റളിയല്ലാഹു അൻഹു കുനിഞ്ഞ് ഇബ്നു അബ്ബാസിന്റെ കൈ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരോട് ഇவ்விധം ചെയ്യാനാണ് ഞങ്ങളോടുള്ള കൽപ്പന. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ കണ്ണീർ വാർത്തു. അദ്ദേഹത്തിന്റെ വേർപാടിലുപരി അറിവിന്റെ തിരോധാനമായിരുന്നു അവരെ ആകുലരാക്കിയിരുന്നത്. നബിയുടെ പ്രത്യേക കവിയായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് ഇങ്ങനെ പാടി, ഹസ്സാന്റെയും മകന്റെയും ശേഷം കവിതക്കാരുണ്ട്, സെയ്ദ് ഇബ്നു സാബിത്തിന് ശേഷം മൊഴിമാറ്റം നടത്താനാരുണ്ട്.